ഗോപികെ, ഒരു പണി പറഞ്ഞാൽ നിങ്ങൾ ചെയ്യില്ലല്ലേ? കഴിഞ്ഞ മാസത്തെ സ്റ്റോക്ക് ബാലൻസ് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പറഞ്ഞിട്ട് താൻ എടുത്തോ? ഐ ആം സോറി സർ, ഞാനത് മറന്നുപോയി. അവൾക്ക് എന്നും മറവിയാ. എപ്പോഴും കസ്റ്റമേഴ്സ് വരില്ലേ? കസ്റ്റമേഴ്സ് വന്നു പറയുന്നൊക്കെ സത്യ. പക്ഷേ നീ മറന്നത് അതുകൊണ്ടൊന്നുമല്ല. 24 മണിക്കൂർ ആ മൊബൈൽ കുത്തി കളിക്കല്ലേ? അത് ഇടയ്ക്ക് ഒരു റിലാക്സേഷന് വേണ്ടി. എന്ത് റിലാക്സേഷൻ? ശരി, ഇന്ന് രാത്രി 12 മണിയായാലും ഏൽപ്പിച്ച പണി തീർത്തിട്ട് നീ വീട്ടിൽ പോയാൽ മതി. മനസ്സിലായോ? ശരി സർ. വിനയ, പറഞ്ഞത് കേട്ടല്ലോ. ഞാനൊരു ചായ കുടിച്ചിട്ട് വരാം. പ്രശ്നമാക്കണ്ട ഗോപികെ. സ്റ്റോക്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ ഞാനും സഹായിക്കാം. നീ ഇങ്ങനെ ടെൻഷൻ ആവില്ലേ? ഓ താങ്ക് യു. ഇന്നലെ വിനയൻ സാർ സഹായിച്ചോണ്ടാ ആ സമയത്തെങ്കിലും വീട്ടിൽ പോകാൻ പറ്റിയത്. മൊബൈൽ ഹാങ് ആയല്ലോ. വിനയന്റെ മൊബൈൽ ഒന്ന് തരുമോ? ഒരാള് ഫോൺ ചെയ്യാനുണ്ടേ. ഗോപികെ, എന്റെ അമ്മോ, ഇത്ര പെടുന്ന കാലമാടം തിരിച്ചു വന്നോ? പണി പാളി. ഹലോ ഹലോ ഹലോ, ഞാൻ മൊബൈൽ ഒരാൾക്ക് കൊടുക്കാം. ഈ വിളിച്ച ആളാരാ? എന്താണ് മിസ്റ്റർ നിന്ന് പതുങ്ങുന്നത്? ഈ ഞാൻ ഇതുവരെ പേരിട്ടില്ലേ? പെട്ടല്ലോ. ഞാൻ എനിക്ക് വേണ്ടിയല്ല വിളിച്ചത്. ഹലോ ഹലോ. ഓരോന്ന് വന്നോളൂ ഇങ്ങനെ റോങ് നമ്പർ എന്ന് വെച്ചിട്ട് മനുഷ്യന്റെ സമയം കളയാൻ വേണ്ടിട്ട്. വിനയ, ഇപ്പം ഫ്രീ ആണോ? ഫ്രീ ആണ്. എങ്കിൽ പാളയത്ത് പോയി സ്റ്റോക്ക് എടുത്തിട്ട് വാ. ലോറി ഡ്രൈവറുടെ നമ്പർ തന്നിരുന്നെങ്കിൽ ഞാനൊന്ന് വിളിച്ച്. അയാളെ കുറച്ചു മുമ്പേ ഈ ഫോണിൽ നിന്ന് വിളിച്ചതല്ലേ? ഓക്കെ, ശരി ശരി ശരി, ഞാൻ വിളിച്ചോളാം. ഓക്കെ. ഹലോ, നിങ്ങളിപ്പോൾ ഫ്രീ ആണോ? ഉടനെ പാളയത്തിലേക്കൊന്ന് വരാൻ പറ്റുമോ? പാളയത്തെത്താനോ? അത് ശരി. ആദ്യം റോങ് നമ്പർ എന്നും പറഞ്ഞ് വിളിച്ചു, ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് ചെല്ലുവാൻ പറയുന്നു. എന്താണ് മിസ്റ്റർ? ഐ ആം സോറി മാഡം. ഞാൻ ലാസ്റ്റ് ഡയൽ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ അത് റോങ് ആയി പോയതാണേ. സോറി. അപ്പോൾ മുമ്പ് വിളിച്ചത് റോങ് നമ്പർ ആയിരുന്നോ? ഞാൻ ഇപ്പോൾ വിളിച്ചത് റോങ് അല്ല. വേറെ ഒരാളെ വിളിച്ചപ്പോൾ അത് നിങ്ങളിലേക്കായി. ഇനി മേലിൽ എൻ്റെ ഈ നമ്പറിലേക്ക് വിളിച്ചേക്കരുത്. അല്ല, ക്രിമിനൽ എന്ന് പറഞ്ഞ് ഈ നമ്പർ സേവ് ചെയ്യാം. മാഡം, ഞങ്ങൾ കമ്പനി സാധനങ്ങളെ കൊടുക്കുന്നുള്ളൂ. മാഡം തന്നെ നോക്കിയേ. ഹലോ, ഇവിടെ ടീഷർട്ട് ഇല്ലേ? ഉണ്ടല്ലോ. ഒരു 40. ഒരു മിനിറ്റ്, ഇപ്പം തരാം. നോക്ക് മാഡം, നല്ല മെറ്റീരിയലാ. എടാ, നിങ്ങൾ പാളയത്തിൽ വാ ബായ്. ഞാൻ എന്തെങ്കിലും വരായിരുന്നുണ്ടോ? ടൈമിലെത്തൂ. ഓക്കെ. ഈ സൗണ്ടും പാളയും എവിടെയോ കേട്ട് പരിചയമുണ്ടല്ലോ. ഹലോ. കട്ടായ. ഓഹോ, അപ്പൊ അത് നിങ്ങളായിരുന്നല്ലേ ആ ക്രിമിനൽ? എന്താ പ്രശ്നം? അയ്യോ, ഇത് ഞങ്ങളുടെ വിനയൻ സാറാണല്ലോ. ക്രിമിനലോ? ഞാനോ? സൂക്ഷിച്ച് സംസാരിക്കണം. അതെ, എന്റെ തെളിവുണ്ട്. എന്ത് തെളിവ്? നിങ്ങൾ ആര്? നിങ്ങൾ 2 തവണ എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചില്ലേ? അയ്യോ, ഇത് സംഭവം ഞാൻ എപ്പോ വിളിച്ചു? എന്താ പ്രശ്നം? ഇയാൾ ആരാ? ഇങ്ങനെ തുടർച്ചയായി എന്റെ ഫോണിലേക്ക് റോങ് നമ്പർ എന്നും പറഞ്ഞ് എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നു. നോ, ഞാൻ വിളിച്ചിട്ടില്ലേ. അയ്യോ, നിങ്ങൾ ഈ വിഷയം നിർത്തുന്നുണ്ടോ? ഓഹോ, അപ്പൊ ഇയാൾ നമ്പർ ആണല്ലേ. ഗോപികെ, ആരാണിവരൊക്കെ? ഗോപികെ, നിനക്ക് ഇയാൾ അറിയോ? ഇതാണ് വിനയൻ സാർ. ഞാൻ ജോലി ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റിന്റെ മുതലാളിയാ. ഏത് മുതലാളിയാണെങ്കിലും കയ്യിലിരിപ്പ് അത്ര ശരിയല്ല. എന്റെ ആതിരെ, ഞാൻ പറഞ്ഞിട്ടാ വിനയൻ സാർ നിന്നെ വിളിച്ചേ. എന്റെ മൊബൈൽ പെട്ടെന്ന് ഹാങ് ആയപ്പം ഞാൻ വിനയൻ സാറിന്റെ ഫോണിൽ നിന്നെ വിളിച്ചതാ. പക്ഷേ എനിക്ക് ആ കോൾ എടുക്കാൻ പറ്റിയില്ല. ഇതാണ് സത്യം.
ഞാനായിട്ട് നിങ്ങളെ വിളിച്ചിട്ടൊന്നുമില്ല. ശരി, സമ്മതിച്ചു. എന്നാ വിഷയം അങ്ങ് വിട്. അങ്ങേ തലയ്ക്ക് ഒരു സ്ത്രീ ആണെന്ന് അറിഞ്ഞിട്ടും ഓ ഇങ്ങനെ എന്തിനാ വീണ്ടും വിളിച്ചത്? ഷേ, അത് ശരിയാണല്ലോ. എന്റെ ഗോപികെ, സ്റ്റോക്ക് എടുക്കാൻ പാളയത്തിലേക്ക് പോകുന്ന സമയത്ത് ഡ്രൈവറുടെ നമ്പറിലേക്ക് വിളിച്ചതാ. കഷ്ടകാലത്തിന് ഇവരെ നമ്പറിലേക്ക് ആയിപ്പോയി. അതാണോ കാര്യം? ഞാൻ എന്തെങ്കിലും മോശമായ ഒരു വാക്കും കൊണ്ട് സംസാരിച്ചിട്ടുണ്ടോ? നിന്റെ വാട്സാപ്പിൽ ഇയാള് മോശമായിട്ട് എന്തെങ്കിലും മെസ്സേജ് അയച്ചോ? അതൊന്നുമില്ല. ശരി, എന്നാ പോട്ടെ, വിട്ടേക്ക്. ഇവക്ക് വേണ്ടി ഞാൻ സാറിനോട് സോറി പറയുന്നു. അപ്പോഴേക്കും എന്നെ ക്രിമിനൽ ആക്കിയില്ലേ. വാ ഇങ്ങോട്ട്. അപ്പൊ ഡ്രസ് എടുക്കണ്ടേ? ഈ ആതിരയുടെ ഒരു കാര്യം. ആകെ കിട്ടിയൊരു കസ്റ്റമറെ അതും പോയി. എന്താ ചെയ്യ, ഇന്നത്തെ ദിവസഫലം കഷ്ടം. ചേട്ടാ ബിസ്ക്കറ്റ് ആ ഉണ്ടോ? പിന്നെ ഏത് ആ. ടൈപ്പ് വേണ്ട? ആ ടൈപ്പ്. ആ ഓക്കെ, 20% എക്സ്ട്രാ കിട്ടും. ആ ഓക്കേ, മോളെ താങ്ക് ഇതൊന്നും യു. ഇല്ലാക്ക്. ഹലോ വിനയ്, എന്നെ മനസ്സിലായില്ലേ? ആതിരയാണ്, ഓ ഗോപിയുടെ ഫ്രണ്ട്. മനസ്സിലായേ. അന്നത്തെ സംഭവങ്ങൾക്കെല്ലാം ഞാൻ അപ്പോഴേ സോറി പറഞ്ഞില്ലേ, പിന്നെന്താ? ഹേ, ഇറ്റ്സ് ഓക്കെ, ഞാനതെല്ലാം മറന്നു. എല്ലാം എൻ്റെ ഭാഗത്തുള്ള തെറ്റിദ്ധാരണയാണ്. ആയിക്കോട്ടെ. അതെന്താ എന്നെ ഇങ്ങോട്ട് അവോയ്ഡ് ചെയ്യുന്നേ? ആ ഒന്നുമില്ല. ഗോപിക എവിടെ? ആ അവൾ ആ വീട്ടിൽ ലഞ്ച് കഴിക്കാൻ പോയതാ. ഞാൻ വിളിക്കാം. ഹേയ് വേണ്ട വേണ്ട വേണ്ട, ഞാൻ ഗോപിക കാണാനല്ല വന്നത്, പിന്നെ ഇയാളെ കാണാൻ വേണ്ടിയാ വന്നത്. വിനയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛനുണ്ട്. ഞാൻ മാരീഡാണ്, പക്ഷേ ഡൈവേഴ്സാ. ആണോ? ഞാൻ സെയിം പിച്ച്. വിനയ്ക്ക് മക്കള്? ഓ മക്കളൊന്നുമില്ല, ആകെ 1 മാസത്തെ ബന്ധമേ ഉള്ളൂ. പിന്നെ എന്തോന്ന് മക്കള്? നിങ്ങൾക്കോ? അത് എനിക്കൊരു ചെറിയ മോളുണ്ട്, LKG പഠിക്കുന്നു. ഇപ്പോൾ ഹോസ്റ്റലിലാണ്. പുട്ടുപൊടി ഉണ്ടോ? പുട്ടുപൊടിയാ? പുതിയതാ? ഓ ഉണ്ടല്ലോ, പുതിയതാ. അതിലൊരു മിനിറ്റ്. ഓക്കെ. അടിപൊളി സൂപ്പർ മാർക്കറ്റ് ആണല്ലോ. ഇങ്ങനെ ഒരു പണച്ചാക്ക് തന്നെയാണെന്ന് തോന്നുന്നു. ആ പുട്ടുപൊടി 1 കിലോ എടുക്കട്ടെ? വേണ്ട, 500 മതി. നോക്ക്, 1/2 കിലോയ്ക്ക് 32, 1 കിലോയ്ക്ക് 58. 1 കിലോ എടുക്കുന്ന ലാഭമാണ് പോയി. വേണ്ട, 500 മതി. എന്താ പറയാ. ശരി ശരി മോളെ, ഇതൊന്നൊരു ബില്ലാക്കണേ. നമുക്ക് നോക്കാം, കിട്ടിയാലൊരു ഊട്ടി. ആ നമ്മളത് അത്ര വലിയ സൂപ്പർ മാർക്കറ്റ് ഒന്നും അല്ല കേട്ടോ, ചെറുതാ. ഇതുപോലെ ഒന്നുകൂടി ഉണ്ട്. വിനയ്, എന്റെ നമ്പർ സേവ് ചെയ്തിട്ടില്ലേ? ഇടയ്ക്ക് വിളിക്കണേ. നിങ്ങൾ അതിനെ എന്നെ ക്രിമിനൽ എന്ന് പറഞ്ഞല്ലേ സേവ് ചെയ്തേ? ഗോപിക പറഞ്ഞിട്ടാ. അത് ആദ്യം ഞാനങ്ങനെ സേവ് ചെയ്തു എന്നുള്ളത് സത്യ. അതായതേ, നമ്മുടെ നാട്ടിൽ കുറെ ജന്മന്മാരുണ്ടല്ലോ, വെറുതെ നമ്മളെ വിളിച്ചിട്ട് ബിന്ദു അല്ലേ, സിന്ധു അല്ലേ എന്നൊക്കെ ചോദിക്കും. ശ്രീ സൗണ്ട് കേട്ടാൽ പിന്നെ ചുമ്മാ ഒരു സോറി, റോങ് നമ്പർ എന്നൊക്കെ പറഞ്ഞ് വെറുതെ അങ്ങ് സൂചിപ്പിക്കും. പിന്നെ ഒരു സൗഹൃദം സ്ഥാപിക്കും. കണ്ട റോങ് നമ്പറുകാരുടെ ഒക്കെ സ്ത്രീകൾ എന്തിനാ കൊഞ്ചാൻ നടക്കുന്നത്? റോങ് ആണെന്ന് പറഞ്ഞാൽ അതിനെ കട്ട് ചെയ്തൂടെ ബൈ? അതും ഒരു സത്യമാണ്. പക്ഷെ എനിക്ക് റോങ് നമ്പറുകാരെ തീരെ ഇഷ്ടമല്ല. പലരും നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കും. വാട്സപ്പിൽ കുറെ മോശമായ മെസ്സേജ് അയക്കും. അപ്പോൾ അത്തരം ആളുകളെയാണ് നിങ്ങൾ ക്രിമിനൽ എന്ന് പറഞ്ഞ് സേവ് ചെയ്യുന്നത് അല്ലേ? അതെ. ഏതായാലും നിങ്ങൾക്ക് ഭാവിയുണ്ട്. ശരി, നല്ല കാണാം. അപ്പോളേ ഒന്നും മനസ്സിൽ കൊണ്ട് നടക്കല്ലേ, ഇടയ്ക്കൊക്കെ വിളിക്കണേ. ഓക്കെ ഓക്കെ ശരി. താങ്ക് യു. അഞ്ജലി, നീ ചെയ്തത് ഭയങ്കര അഹങ്കാരം പിടിച്ച ഒരു പണിയാണ്. അതും കല്യാണം കഴിഞ്ഞ 1 മാസം കൊണ്ട്. സത്യം. ഞാൻ എന്താ അഹങ്കാരം കാണിച്ചത് നിങ്ങൾ ഈ പറയുന്നത്? വെള്ളവടിയോ പുകവലിയോ ഒന്നുമില്ലാത്ത ഒരു പാവം പിടിച്ച പയ്യനെയാണ് നീ ഡൈവേഴ്സ് ചെയ്തത്. വളരെ കഷ്ടമായി പോയി. ആ മനുഷ്യന് വെള്ളോടിയും ബഹുവലിയൊന്നും ഇല്ല, അത് സത്യമാണ്. ഓ പിന്നെ പക്ഷേ പിന്നെന്താ പ്രശ്നം? എന്റെ അച്ഛനോട് അവർക്കൊരു ബഹുമാനമില്ല. നീ എന്തിനാടി അച്ഛന്റെ കാര്യമൊക്കെ നോക്കുന്നേ? നിന്നെ അയാൾ നല്ല രീതിയിൽ നോക്കുന്നുണ്ടോന്നൊക്കെ നോക്കിയാ പോരെ? ഇവക്കൊന്നും ഭർത്താവിന്റെ വില അറിയില്ല. പോരാ, എനിക്ക് എന്റെ അച്ഛനാണ് പ്രധാനം. എന്റെ അച്ഛനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാത്തവരെ ആരെ എനിക്ക് വേണ്ട. ഭാവിയിൽ തീരുമാനം തെറ്റാണെന്ന് നിനക്ക് തോന്നും. ഓ, ഞങ്ങളൊക്കെ ഞങ്ങളുടെ അനുഭവം കൊണ്ടാ പറയുന്നേ. അവൾ എന്തെങ്കിലും ചെയ്തിട്ട് പോട്ടെ, നമുക്കെന്താ കാര്യം? അയ്യേ, വാടി ഇങ്ങോട്ട്. ഇപ്പോഴത്തെ പെമ്പിള്ളാരുടെയൊക്കെ ഓരോ കാര്യം. എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു കോൺട്രീസ്. അപ്പൊ നിങ്ങൾ കുറച്ച് പെണ്ണുങ്ങൾ വാടക വിട്ട് താമസിക്കുന്നു. ഞങ്ങളെല്ലാവരും തുല്യ ദുഃഖിതരാ. കാര്യം, നമ്മൾ ഡൈവേഴ്സായി കഴിഞ്ഞാൽ പിന്നെ അച്ഛനമ്മമാർക്ക് നമ്മളൊരു ഭാരമായി തീരും. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ചോദ്യം ചെയ്യൽ കേട്ട് മടുത്തിട്ടാ ഞാൻ വീട് വിട്ട് ഇറങ്ങിയത്. ആണോ?
അല്ല നിങ്ങളെ ഹസ്ബൻഡ് എന്താ ജോലി? ഒരു വലിയ സ്ഥാപനത്തിലെ എക്സിക്യൂട്ടീവ് ആയിരുന്നു. നല്ല ശമ്പളമൊക്കെ ഉള്ള പണക്കാരനായ ഒരു പക്ക ജെന്റിൽമാൻ. പക്ഷേ എന്തു പറ്റി? അങ്ങേക്ക് കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് കുറെ യാത്രക്കൊക്കെ പോവുമായിരുന്നു. എന്നിട്ട് ഒരിക്കൽ എന്റെ ഭർത്താവ് ഒരു കടുത്ത ആവശ്യം എന്നോട് ഉന്നയിച്ചു. അതോടെ ഞങ്ങളുടെ ബന്ധവും തകർന്നു. എന്താവശ്യം? ചില ദിവസങ്ങളിൽ അങ്ങയുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഞാൻ കഴിയണത്രേ. ആ ദിവസം ആ ഫ്രണ്ടിന്റെ ഭാര്യ എന്റെ ഭർത്താവിന്റെ കൂടെ കഴിയണ. ഒരുമാതിരി വൃത്തികെട്ട സംസ്കാരം. സത്യം. ഞാൻ സ്ട്രോങ് ആയിട്ട് എതിർത്തു. അത് നന്നായി. ഇതോടെ ഭർത്താവായിട്ട് പിണങ്ങി. പിന്നീട് അങ്ങനെ തീരെ മൈൻഡ് ചെയ്യാതായി. ആണോ? ഭർത്താവിനെ ഒഴിവാക്കി ജോലി ചെയ്ത് ജീവിക്കുന്നു. ഇതൊക്കെ ഓരോ ഗതികേടാണ്. ഒരു മനുഷ്യനെ പ്രയോഗിക്കാനും പരീക്ഷിക്കാനോ ഒരു ജന്മല്ലേ ഉള്ളൂ. ഇപ്പോൾ ഒന്നുമില്ലെങ്കിലും ഒരു മനസ്സമാധാനെങ്കിലും ഉണ്ട്. ശരി. അതെ, അച്ഛൻ വരുന്നുണ്ട്. നീ എന്നാ പണിയെടുത്തു. എന്താടി ഭാഗ്യലക്ഷ്മി? ചേച്ചി എന്താ പരിപാടി? ഈ മറ്റൊരു വിവാഹത്തെ കുറിച്ച് ചിന്തിക്കണം. എന്താ, ഞാൻ വല്ല കേസ് നോക്കട്ടെ? നോ, ഞാൻ ഈ വിഷയം അത്ര സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല. നോ, ഈ വിഷയം നീ സീരിയസ് ആയി എടുക്കണം. അറിയാലോ, വിവാഹം കഴിഞ്ഞ് 6 മാസം കൊണ്ട് തന്നെ ഞാനിവിടെ ഡൈവേഴ്സ് ആയി ഇരിപ്പാണെന്ന് ആളുകളോടൊക്കെ ഉത്തരം പറഞ്ഞ് ഞാൻ മടുത്തു. നീയെങ്കിലും കല്യാണം കഴിച്ചു പോടി. ഒരു നാട്ടുകാര്. നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യം നിലനിർത്താൻ ഒരു കുട്ടിയെങ്കിലും വേണ്ടേ? ഇനിയും വിനയനെ തന്നെ ഇങ്ങനെ ഓർത്തിരിക്കുന്നതിൽ എന്ത് കാര്യ? അതൊക്കെ ഒരു യോഗം പോലെ വരും. എന്ന് വെച്ചാ എന്താ നീ ഉദ്ദേശിക്കുന്നേ? ഇനി എന്റെ ജീവിതത്തിൽ മറ്റൊരു വിവാഹം നടക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ അവന് നിന്നെ വേണ്ടെങ്കിൽ നിനക്ക് അവനെയും വേണ്ട. അങ്ങനെയും ചിന്തിച്ചൂടെ? ഒന്നൊന്നിന്റെ അവസാനമല്ല, നോക്കാം. എന്ന് വെച്ചാ ഒന്നുമില്ല. ശരി, ഓക്കെ. എന്നാൽ നിന്റെ ഇഷ്ടം പോലെ എന്താ ചെയ്തോ. ഞാൻ എന്റെ കടമ നിർവഹിച്ചു, അത്രേ ഉള്ളൂ. അച്ഛാ, അച്ഛൻ ഇതെന്താ ആകെ വിഷമിച്ച് നിൽക്കുന്നത്? അത് മനസ്സിനൊരു സമാധാനമില്ല മോളെ. അയ്യോ, എന്തു പറ്റി? നിന്റെ കല്യാണം ഡൈവേഴ്സ് ആയതോടെ നാട്ടുകാരൊക്കെ വല്ലാതെ നമ്മളെ വിമർശിക്കുന്നു. ഓ പിന്നെ, ഈ നാട്ടുകാർക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇവരെന്തിനാ എന്റെ ഈ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാൻ വരുന്നത്? ഞാൻ കല്യാണം കഴിച്ചാലും ഒഴിവാക്കിയാലും ഇവർക്കെന്താ? അത് സത്യമാണ്. പക്ഷേ നമുക്കിപ്പം വേറെ ബന്ധുക്കളൊന്നുമില്ല. കല്യാണത്തോടു കൂടി കുറെ ബന്ധുക്കളെ കിട്ടിയതായിരുന്നു. ഒടുവിൽ ഇത് അങ്ങനെയും പോയി. ആ, അച്ഛൻ അതിനിടയിൽ എനിക്കൊരു 2ാം കല്യാണം നോക്കുന്നുണ്ടായിരുന്നല്ലോ, അതെന്തായി? ഒന്നും അങ്ങ് ശരിയാവുന്നില്ല. നോക്കുന്ന പയ്യന്മാർക്കൊക്കെ വലിയ വലിയ ഡിമാൻഡാ. ഒരുത്തൻ അങ്ങനെ കിട്ടുന്നില്ല. സാരമില്ല അച്ഛാ, ഭർത്താവില്ലാതെ ജീവിക്കുന്നു എന്ന് വെച്ച് ഇപ്പൊ എന്ത് പ്രശ്നം വരാൻ പോന്നേ? പറ. അയ്യോ, അതങ്ങനെയല്ല മോളെ. നിനക്കൊരാള് വേണം. എനിക്കെന്തെങ്കിലും പറ്റിയാ പിന്നെ നിന്റെ കാര്യം ആലോചിച്ച് ആകെ പ്രശ്നമാവും. അച്ഛാ, 24 മണിക്കൂർ അച്ഛൻ ഈ ഒരു ഡയലോഗേ ഉള്ളൂ. ഈ ഡയലോഗ് ഞാൻ കേട്ട് കേട്ട് മടുത്തു. ഇത് ഞാൻ പോവാം. മോളെ, അത് ഇവളെ എങ്ങനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ആ പിന്നെ അടുത്ത മാസം ഞാൻ ചിലപ്പോൾ കാശ്മീരിലേക്ക് പോകട്ടോ. ഒറ്റയ്ക്കാണോ അതോ കൂടെ വല്ലവരും ഉണ്ടോ? എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. എന്നെ കൂടെ കൂട്ടോ? നിന്നെ മാത്രമേ കൂട്ടാൻ പറ്റുമോ? നിന്റെ 2 ചങ്ക് ഫ്രണ്ട്സ് ഇല്ലേ, അവരെന്ത് ചെയ്യും? അവര് 2 പേരും വളരെ പാവാ. 2 പേരും ഡൈവേഴ്സാ, മക്കളുമില്ല. വീട്ടിൽ ജീവിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഒരുമിച്ച് കൂടി, അത്ര തന്നെ. ഇപ്പൊ ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെയാ പോകുന്നത്. നമുക്ക് പിന്നെ പോവാം. നിങ്ങളുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ ആ ഫ്രണ്ട്സിനെയൊക്കെ ഒഴിവാക്കി ഇപ്പൊ തന്നെ എന്നെ കൂട്ടി പോയേനെ. അതാണ് വിനയൻ. കൂൾ. അയ്യേ അച്ഛാ, ഇവിടെ ഇരുന്ന് ഉറങ്ങുവാണോ? എങ്കിൽ മര്യാദയ്ക്ക് കട്ടിലേ പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? അച്ഛാ, 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 അയ്യോ അച്ഛാ, അച്ഛാ, അയ്യോ അച്ഛാ.
ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ല അല്ലേ? എനിക്ക് തോന്നി. ഇന്നലെ രാത്രി നമ്മുടെ ഫോൺ കോൾ 2.5 മണിക്കൂർ നീണ്ടു നിന്നു. എൻ്റെ ജീവിതത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഒരാളോട് ഇത്രയും സമയം ഫോണിൽ സംസാരിക്കുന്നത്. ഞാനും. നമ്മൾ ഇഷ്ടപ്പെട്ടവരൊക്കെ കുറേ നേരം സംസാരിക്കുന്നത് സ്വാഭാവികമല്ലേ? അല്ല, പിന്നെ ഡൈവോഴ്സ് ആണെന്നല്ലേ പറഞ്ഞത്? അതെ. സെക്കൻഡ് മാരേജിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നുണ്ടോ? സത്യം പറഞ്ഞ ആദ്യ മാരേജ് തീർന്നപ്പോ ഇനി ജീവിതത്തിൽ വേറെ ഒരു കല്യാണമേ വേണ്ടെന്ന് കരുതിയതാ. പക്ഷെ ഇപ്പോൾ ഒരു സെക്കൻഡ് മാരേജ് ചിന്തയൊക്കെ വന്നു തുടങ്ങി. അതെന്താ? മനസ്സിലാരുണ്ടെങ്കിൽ ഇഷ്ടം തുടങ്ങി ഇയാളോട്. ആണോ? പക്ഷേ എന്താ ഒരു പക്ഷേ? അല്ല, ഞാനൊരു ഡൈവോഴ്സി അല്ലേ, പിന്നെ പ്രായം, പിന്നെ പ്രത്യേകിച്ച് വേറെ കുടുംബമില്ല, എനിക്കൊരു മകളുണ്ട്. നോ, അതൊന്നും എന്റെ വിഷയത്തിൽ പെടുന്നതേ അല്ല. ആതിരയ്ക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ വിവാഹം നടന്നിരിക്കും. നിങ്ങളുടെ വീട്ടുകാർ സമ്മതിക്കുമോ? അത് ഇന്നേ വരെ എന്റെ ഒരു ആഗ്രഹത്തിനും അച്ഛൻ എതിര് നിന്നിട്ടില്ല. എനിക്ക് വേറെ ബന്ധുക്കളൊന്നുമില്ല, തീർത്തും സിംഗിളാണ്. എന്നുകൂടി ഒന്ന് അച്ഛനോട് പറയണേ. ഓക്കെ, അച്ഛനൊരു വിശാല ചിന്താധികാരനാണ്, അതൊന്നും ഒരു പ്രശ്നമേ അല്ല. എങ്കിൽ നമുക്ക് രജിസ്റ്റർ മാരേജ് നടത്തിയാൽ പോരെ? ഉറപ്പായിട്ടും.